A warm welcome to the first semester zoology YouTube channel. So in this video we'll learn about the phylum Ctenophora. Cteno means comb, chirp. Phora means possess. The Ctenophora means comb bearing animals. You can see here in this picture, this is an example for Ctenophora. You can see the pictures, like it's like a comb, a ചീർപ്പ് പോലെയാണ്, തലവാരുന്ന ചീർപ്പ് പോലെയാണ്. Hence the name Ctenophora. And what are the general features? There's exclusively marine, transparent. You can see it's a transparent, solitary pelagic animal. Solitary means single, is living in solitude. Pelagic means that which is floating. Pelagic വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. സോ എക്സ്ക്ലൂസീവ്ലി മറൈൻ, കടലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സോളിറ്ററി ആണ്, കൂട്ടം കൂട്ടായിട്ടല്ല കാണപ്പെടുന്നത്, ഒറ്റക്കൊറ്റക്കാണ്. ആൻഡ് പെലാജിക് ആനിമൽസ്, സ്വിമ്മിങ് ആനിമൽസ് ആണ്. ബോഡി ഈസ് ട്രാൻസ്പാരൻറ്റ്, ജലാറ്റിനസ്, ഇസ് ബൈറേഡിയലി സിമെട്രിക്കൽ. ബൈറേഡിയലി സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ ഈക്വൽ ആയിട്ട് താഴത്തേക്കൂടെ മുറിച്ച് കഴിഞ്ഞാൽ, ഇതേ പ്ലെയിനിലൂടെ മുറിച്ച് കഴിഞ്ഞാൽ ദിസ് ലൈൻ രണ്ട് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പാർട്ട് കിട്ടും. സോ ദിസ് ഈസ് കോൾഡ്, ഇതിൻ്റെ ഷേപ്പ് റൗണ്ട് ആണ്, അതുകൊണ്ടാണ് ബൈ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. രണ്ട് ഈക്വൽ പാർട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ബൈ റേഡിയലി സിമെട്രിക്കൽ. എ പെയർ ഓഫ് ലോങ് എക്സ്റ്റെൻസിബിൾ ടെൻറ്റിക്കിൾ ഓൺ ഈച്ച് സൈഡ്. രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം നീളം കൂടിയ രണ്ട് ടെൻറ്റക്കിൾസ് കാണാം ഒരു സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട്. ദേ എമേർജ് ഫ്രം ദ ബോട്ടം ഓഫ് ടു ഡീപ്പ് പൗച്ചസ് കോൾഡ് ടെൻറ്റിക്കുലർ ഷീറ്റ്. ഇവ എമേർജ് ചെയ്യുന്നത്, ഈ ഒരു ടെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എമേർജ് ചെയ്യുന്നത് ഒരു ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പൗച്ചസ് ഉണ്ട് ഇവിടെയായിട്ട്, like here, somewhere here there is a pouch. അതേപോലെ ഇവിടെയും ഡീപ്പായിട്ടുള്ള ഒരു പൗച്ച് ഉണ്ട്. ആ പൗച്ചിൻ്റെ പേരാണ് വാട്ട്, ടെൻറ്റക്കുലർ ഷീറ്റ് എന്ന് പറയുന്നത്. ആ ഷീറ്റിൽ നിന്നാണ് എന്ത് എമേർജ് ചെയ്യുന്നത്, ഈ ടെൻറ്റക്കിൾസ് എമേർജ് ചെയ്യുന്നത്. Each tentacle has a lateral row of filaments called tentillae or pinnae with epidermal adhesive cells called lasso cells. ഇതാണ് അതിൻ്റെ ടെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ചെറിയ പ്രൊജക്ഷൻസ് കാണാം, ഈ ഓരോന്നും. These projections are called tentillae. അതിൻ്റെ ഉള്ളിലായിട്ട് there is a specialized cells called adhesive cells which secrete a sticky substance. ഒരു പശ പോലുള്ള സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. അത്തരം കോശങ്ങൾ പറയുന്ന പേരാണ് ലാസോ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻറ്റിലയിൽ കാണുന്ന അഡ്ഹസീവ് സെൽസ് ആണ് എന്ത് പറയുന്നത്, ലാസോ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഓർത്ത് വയ്ക്കുക, ഇത് ടെൻറ്റക്കിളാണ്, നീളം കൂടിയ ദിസ് വൺ ഈസ് എ ടെൻറ്റക്കിൾ. അതിൻ്റെ പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് ടെൻറ്റിലെ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പശ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കോശമാണ് ലാസോ സെൽസ് എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദാറ്റ് സെൽ. ഇതിനാണ് ലാസോ സെൽസ് എന്ന് പറയുക. ഇവിടെയാണ് കണ്ടോ, ഈ ഒരു പാർട്ടാണ് അതിൻ്റെ സ്റ്റിക്കി സെക്രീറ്റ് സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുക, ദിസ് പാർട്ട്. Colocyte or lasso cells present in the tentillae secrete a sticky substance for the adhesion of prey. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൈക്രോ ഓർഗാൻസും കടലിൽ കാണുന്ന മൈക്രോ ഓർഗാൻസൊക്കെ ഈ പശയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ആവുകയും അതിന് പിന്നെ ഭക്ഷിക്കുകയും ചെയ്യും. ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ഓപ്പൺ ഔട്ട് ബൈ മൗത്ത് ആൻഡ് ഏനസ് അറ്റ് ദ ഓപ്പോസിറ്റ് എൻഡ്സ്. സോ ദിസ് ഈസ്, ഈ താഴെ കാണുന്ന ഇതാണ് മൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഏനൽ റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പോണതാണ് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ഈ പാർട്ടിനെ, ഈ താഴെ കാണുന്ന പാർട്ടിനെ ഓറൽ പാർട്ട് എന്നും മുകളിൽ കാണുന്ന പാർട്ടിനെ ദിസ് പാർട്ട് ഈസ് കോൾഡ് അബോറൽ പാർട്ട് എന്ന് പറയും. സോ ഇറ്റ് ഹാസ് ടു പാർട്സ്. ഈ ഓർഗാൻസിന് രണ്ട് പാർട്ടിന്, താഴത്തെ ഓറൽ പാർട്ടും ദിസ് ഈസ്, എവിടെയാണോ മൗത്ത് കാണുന്നത്, മൗത്ത് കാണുന്ന റീജിയനെ ഓറൽ പാർട്ട് എന്ന് പറയും. ഏനൽ റീജിയൻ കാണപ്പെടുന്ന പാർട്ടിനെ അബോറൽ പാർട്ട് എന്ന് പറയും. ഓക്കെ. Gastrovascular cavity open out by mouth and anus at the
opposite. So this is a mouth and this is a anus. 8 rows of comb plates. Comb എന്ന് പറഞ്ഞാൽ അറിയാം, ചീപ്പ് പോലെയുള്ള പ്ലേറ്റ് കാണപ്പെടാം. സെർവിങ് ആസ് എ സ്വിമ്മിങ് പാഡൽ. ഇതാണ് അതിനെ വെള്ളത്തിലൂടെ നീന്താൻ വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ കാണാം 2, this is 2, 4, 6, 8. 4 ജോഡികളായിട്ട് നിങ്ങൾക്ക് കാണാം. So these are called 8 rows of comb plates serve as a swimming paddle. Comb plates are equally spaced rows of paddle-like ciliary plates. This one, ഈ പറഞ്ഞ തന്നെയാണ്. This is അങ്ങനെയുള്ള 8 എണ്ണം കാണപ്പെടും. This helps in swimming. Nematocytes are absent, which is seen നിങ്ങൾ ഹൈഡ്രയിലും അതേപോലെ ഫൈസാലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിമാറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് സ്റ്റിങ്ങിങ് ഓർഗൻ ആണ്. അത് ഇവിടെ കാണപ്പെടുന്നില്ല. നെറ്റോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ കേട്ടില്ലേ, അത് ഇവിടെ ഇല്ല, ആബ്സെൻസ് ആണ്. റീപ്രൊഡക്ഷൻ ഇസ് സെക്ഷൽ, ബട്ട് എ ഫ്യൂ റീപ്രൊഡ്യൂസസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടെ കാണുന്നുണ്ട്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡാണ് സെക്ഷൽ എന്ന് പറയുന്നത്. പക്ഷെ ചില കേസിൽ ഫ്രാഗ്മെൻറ്റേഷൻ കൂടെ കാണാം. ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് പ്ലാങ്ക്ടോണിക് ജുവനൈൽ ലാർവ കോൾഡ് സൈഡിപ്പിഡ് ലാർവ. ആ ലാർവയുടെ പേരാണ് സൈഡിപ്പിഡ് ലാർവ. ദിസ് ഈസ്, ഈ ലാർവയാണ് സൈഡിപ്പിഡ് ലാർവ എന്ന് പറയുന്നത്. ഇതല്ല കേട്ടോ, ഇത് വെറുതെ ചുമ്മാ ഒരു രസത്തിന് വെച്ചതാണ്. So development includes a planktonic juvenile. Planktonic എന്ന് പറഞ്ഞാൽ that which is floating. Juvenile വളരെ ചെറിയ larva called cydipid larvae. They attain, this one attain precocious sexual maturity and reproduce successfully. ഇപ്പോൾ ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ ഈ ലാർവ അത് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തും. ലാർവൽ സ്റ്റേജിൽ തന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തും, എന്നിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പീഡോജെനിസിസ്. പീഡിയാട്രീഷ്യൻ എന്നുള്ളൊരു ടേം കേട്ടിട്ടില്ലോ, അതേപോലെ തന്നെയാണ് പീഡോജെനിസിസ്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുക, പീഡോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ചെറുത്, ലാർവ എന്നൊക്കെയാണ്. അപ്പോൾ ലാർവ പീഡോജെനിസിസ് എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ടു ഡു reproduce young ones even before attaining sexual maturity is called pedogenesis. ആ ടേം ഓർത്തു വെക്കണം. There are 2 sexually mature stages. 2 sexually mature stages ഉണ്ടാവും the same animal, namely juvenile എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ സെക്ഷലി മെച്ചുവർ ആയിട്ടുണ്ടാവും. പക്ഷെ അത് കുട്ടി അത്രേ, പക്ഷെ സെക്ഷലി മെച്ചുവർ ആയിട്ടുണ്ടാവും. ആൻഡ് ദ അഡൾട്ട്. So this condition is called dysogony or dysogeny. അങ്ങനെ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഡൈസോജനി എന്ന് പറയുന്നത്. ഡൈസോജനി എന്ന് പറയുന്നത് എന്താണ്? ഹാവിങ് 2 സെക്ഷലി മെച്യൂർ സ്റ്റേജസ്, നെയിംലി ഏതൊക്കെ? ജുവനൈൽ ആൻഡ് അഡൽട്ട്. അതുകൊണ്ടൊരു എക്സാമ്പിൾസ് ആണ് ഫൈലം ടിനോഫോറയിൽ വരുന്ന ഒരു ഉദാഹരണമാണ് പ്ലൂറോബ്രാക്കിയ എന്ന് പറഞ്ഞത്. പ്ലൂറോബ്രാക്കിയ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറഞ്ഞാൽ, സിംഗുലർ എന്ന് പറഞ്ഞാൽ 1, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ 2. ബ്രാക്കിയ എന്ന് പറഞ്ഞാൽ കൈ എന്നർത്ഥം. ബ്രാക്കിയ കൈ. സോ ദിസ് ഈസ് ആക്ച്വലി അതിൻ്റെ കൈയായിട്ട് വിശേഷിപ്പിക്കുന്നത് ഇതാണ്, 2 കൈ കാണുന്നത്. സോ കോമൺലി നോൺ ആസ് കോം ജെല്ലി ഓർ സീ വാൽനട്ട്സ് ഓർ സീ ഗൂസ്ബെറി എന്നാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേര്. മറൈൻ പ്ലാങ്ക്ടോണിക് സർഫസ് ഡോളേഴ്സ്, വെള്ളത്തിൻ്റെ മുകളിലാണ് കാണപ്പെടുക. ബ്രോഡ് അപ്പർ അബോറൽ പോൾ, ഇതാണ് അതിൻ്റെ അപ്പർ റീജിയൻ എന്ന് പറയുന്നത്, അതാണ് അബോറൽ പോൾ. ഇവിടെയാണ് അതിൻ്റെ ഏനൽ റീജിയൻ കാണുന്നത്. അപ്പോൾ മുകൾ ഭാഗത്താണ് ഏനൽ റീജിയൻ കാണപ്പെടുന്നത്. അതിൻ്റെ നാരോ, കുറച്ചും കൂടി കൂർത്തിട്ടാണ് താഴെ ഭാഗത്ത്. ദിസ് ഈസ് കോൾഡ് ഓറൽ പോൾ. ഇവിടെയാണ് മൗത്ത് എന്ന് പറയുന്നത്. സോ ഇത് മൗത്ത്, ഇതതിൻ്റെ ഏനസ്. 8 pairs of comb rows with comb plates. നേരത്തെ പറഞ്ഞ പോലെ 8 എണ്ണം 2 സൈഡിലായിട്ട്, ഇവിടെ ഈ സൈഡിൽ അപ്പുറത്തെ സൈഡിലായിട്ട് 8 pairs of comb rows കാണപ്പെടും with comb plates. So these are the comb plates. Arboreal pole has 2 pouches called tentacular sheath. So this is a tentacular sheath. ഇവിടെ കാണാം, ഇവിടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കുഴി കാണാം. അതിൽ നിന്നാണ് ഈ ടെൻറ്റക്കിൾസ് പുറത്തേക്ക് വരുന്നത്. ടെൻറ്റക്കുലർ equipped with adhesive cells called കോളോസൈസ് or ലാസോസൈസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെ എക്സാമ്പിൾസിലും കാണപ്പെടും. So this is about phylum Ctenophora and Pleurobrachia. So let's see this video.